ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലെ കുട്ടിയായ സാനിയുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നമ്മൾ അടുത്തുള്ള ഒരു ഷോപ്പിൽ വന്നിരിക്കണം. ഗേൾസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച്, അതായത് പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ സാധനങ്ങളാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല വന്നിട്ട് നമ്മുടെ കൂടെ നമ്മുടെ കേച്ച് ഉണ്ടെന്ന് എൻ്റെ വീഡിയോയിലൊക്കെ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. എവിടെയും എൻ്റെ വീഡിയോയിൽ ഏതെങ്കിലും മൂലയിലൊക്കെ ഈ പെണ്ണിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട. അങ്ങനെ നമ്മൾ അത്യാവശ്യം കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അങ്ങ് മേടിച്ച് സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ ബില്ലൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. ഗൈസ്, ഇവിടെ നല്ല മഴയാണ്. ഞാൻ രാവിലെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തന്നെ ഭയങ്കര മഴയാണ്. ആ മഴ ഇതുവരെയായിട്ട് അതിനൊരു അന്ത്യം ഉണ്ടായിട്ടില്ലെന്ന് വേണം പറയാം. നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കമന്റ് ഇടൂ ഗൈസ്. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. അങ്ങനെ നമ്മൾ വേഗം ക്ലാസ്സിലെത്തി ഗൈസ്. ആൻഡ് ദിസ് ഈസ് മൈ അനദർ ഫ്രണ്ട് വിപുൽ. ഗൈസ്, ഇതാണ് നമ്മുടെ സാനിയ. ഇവളുടെ ബർത്ത്ഡേ ആണ്. കുട്ടിക്ക് വന്നിട്ട് 20 വയസ്സായി. കല്യാണം കഴിപ്പിച്ച് വിടാറായി. സോ അതുകൊണ്ട് താല്പര്യമുള്ളവർ ഉറപ്പായിട്ട് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടുക. നമ്മൾ അത് അപ്പം തന്നെ സാനിയനെ അറിയിക്കുന്നതാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തൺ ആണ്. അങ്ങനെ നമ്മുടെ ക്ലാസ് ഏറെക്കുറെയൊക്കെ കഴിഞ്ഞാൽ നമ്മളങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ വിപുലാണെങ്കിൽ സാനിക്ക് വേണ്ടി ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ വിപുലാണെങ്കിൽ സാനിക്ക് നല്ല മുതുക്ക് ഡയറി മിൽക്കും കുട്ടി ഡയറി മിൽക്കും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. സത്യമായിട്ടും അവൻ ഒരിക്കലും ഇങ്ങനെ കൊടുക്കുമെന്ന് കരുതിയില്ല ഗൈസ്. അവൻ ഇത്ര സ്നേഹം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ അവിടെ നിന്ന് ഒരു ഡയറി മിൽക്ക് മുക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ സാനിക്ക് മേടിച്ചത് കുറച്ച് കഴിയുമ്പോൾ കൊടുക്കാന്ന് കരുതി. കാരണം ഇപ്പോൾ വിപുൽ ഒരെണ്ണം കൊടുത്തേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കൊടുക്കാന്നാണ് കരുതിയിരുന്നത്. പിന്നെ നമ്മൾ സ്നാപ്പ് എടുത്തിട്ട് കുറച്ച് വീഡിയോസ് ആൻഡ് ഫോട്ടോസ് ഇതൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ തൊടുപുഴയിലെ റോഡൊക്കെ പുഴ കണക്കിനായിട്ടുണ്ട്. അങ്ങനെ ഇനി നമ്മൾ പോകാൻ പോകുന്ന എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാനിയുടെ ബർത്ത്ഡേ അവൾ ചെലവ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ബസ്സിൽ കയറി നേരെ മന്തിക്കടയിലേക്കാണ് പോകുന്നത്. മന്തി ഈസ് എവരി മലയാളികൾക്ക് ഇപ്പോൾ ഒരു വികാരമായി മാറി. അങ്ങനെ നമ്മൾ മന്തി കഴിക്കാൻ വന്നിരിക്കുന്നത് കൈഫാനിലാണ്. തൊടുപുഴയിലുള്ള അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു മന്തി ഷോപ്പാണ് കൈഫാൻ. മന്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് സംഭവം, സൂപ്പർ സെറ്റ് സാധനമാണ്. അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. സീറ്റ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയി. അങ്ങനെ നമ്മൾ ഓർഡർ ആക്കി മന്തി എല്ലാം വന്നു കഴിച്ചു. എല്ലാവരും നല്ല സുഖമായിട്ട് മന്തിയൊക്കെ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോവുക എന്ന് പറയുമ്പോഴെങ്കിലും നിങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്തോ? അതായത് നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നത് എവിടെ വെച്ചാണ്? നമ്മൾ സാനിക്ക് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി. അതായത് പറഞ്ഞു വരുന്നത് ഗിഫ്റ്റിന്റെ കാര്യം. സത്യം പറയുന്നത് ഗിഫ്റ്റ് കൊടുക്കാൻ മറന്നു. ക്ലാസ്സിൽ നിന്ന് ഓരോ വർത്താനോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗിഫ്റ്റിന്റെ കാര്യമേ മറന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരുത്തി എല്ലാത്തിനും. പക്ഷെ അവള് പോലും മറന്നു. ഞാൻ വീട്ടിലെത്തി അവൾ ഓർമ്മിപ്പിച്ചപ്പോഴാണ് അവള് തന്നെ ഓർത്തത്. ഇങ്ങനെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ മറന്നിട്ടുള്ളവർ ഉറപ്പായിട്ടും കമന്റ് വന്നിട്ട് പറയൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.